IVFിൻ്റെ സമയത്ത് ശരിക്കും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട്, കുറേ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, വലിയൊരു ടെറർ എന്നുള്ളൊരു രീതിയിൽ IVFിനെ കുറിച്ച് പറയുന്നത്. ആക്ച്വലി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തിനാണ് ഈ മരുന്നുകൾ IVFിൻ്റെ സമയത്ത് കഴിക്കേണ്ടി വരുന്നത്, എന്തെങ്കിലും ലോങ് ടേം സൈഡ് എഫക്ട്സ് ഇത് കാരണമുണ്ടോ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് തുടക്കം മുതൽ പറയാം. യൂഷ്വലി IVF എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പല പ്രോട്ടോക്കോളുണ്ട്. അതിലൊരു കോമൺലി എല്ലാവരും ചെയ്യുന്നൊരു പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ പീരീഡിൻ്റെ 3-ാമത്തെ ദിവസം സ്കാൻ ചെയ്ത് അണ്ടങ്ങളുടെ എണ്ണം നോക്കിയ ശേഷം അത് ആ മാസം റിക്രൂട്ട് ചെയ്തേക്കുന്ന എല്ലാ അണ്ടങ്ങളെയും വളരാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അതെങ്ങനെ എല്ലാം വളരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അത്രയും ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ ശരീരത്തുണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവാം? നമ്മുടെ ഇഞ്ചെക്ഷൻസിലൂടെ. ഈ ഇഞ്ചെക്ഷൻസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 24 hours ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെയിലി ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരുന്നത്. സാധാ നോർമൽ ഫോളിക്കുലർ സ്റ്റഡിയിലും IUIയിലും ഒക്കെ ചെയ്യുമ്പം എടുക്കുന്ന ആ ഇഞ്ചെക്ഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ചിലപ്പം കുറച്ച് കൂടുതലായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും ചിലപ്പം കൂടുതലായിരിക്കാം. എന്തിനാണ്? എല്ലാ ഫോളിക്കിളിനെയും വളർത്താൻ വേണ്ടി. അങ്ങനെ പീരീഡിൻ്റെ 3-ാമത്തെ ദിവസം നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നു. ഏകദേശം ഒരു 8-9 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ഇഞ്ചെക്ഷൻസ് നീളാം. ആ മാസം റിക്രൂട്ട് ചെയ്ത എല്ലാ ഫോളിക്കിളെയും വളർത്തി അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ലെവൽ എത്തുമ്പോൾ നമ്മൾ പൊട്ടാനുള്ള ഇഞ്ചെക്ഷൻ എടുത്ത് ഒരു 36 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 37 മണിക്കൂർ, അല്ലെങ്കിൽ 35 മണിക്കൂർ കഴിയുമ്പോൾ, ഓരോ കേസിലും വ്യത്യാസം കാണും. ആ അണ്ടങ്ങൾ നമ്മൾ പുറത്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 10 ദിവസത്തെ ഇഞ്ചെക്ഷൻ വരുന്നു. ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലൈഫ് ഒരു 24 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ലോങ് ടേം സൈഡ് എഫക്റ്റ് ആയിട്ട് ഇതിന് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എഗ്ഗിനെ പുറത്തെടുത്തു. വേണമെങ്കിൽ നമുക്ക് ആ എടുത്ത മാസം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് വേറൊരു മാസം ട്രാൻസ്ഫർ ചെയ്യാം. അതിനും കുറേ നിബന്ധനകളുണ്ട്, അതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എടുത്ത മാസം തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലോ ഉള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള പാളി കറക്റ്റായിട്ട് വളരണം. അതെങ്ങനെ വളരും? ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ വെച്ചിട്ടാണ് വളരുന്നത്. എവിടെ നിന്ന് ഈസ്ട്രജൻ കിട്ടും? ഒന്നെങ്കിൽ ആ മാസം തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഫോളിക്കിൾ വളരുന്നതിൻ്റെ അനുസരിച്ച് ആ ഫോളിക്കിൾ തന്നെ ഈസ്ട്രജൻ ഉണ്ടാക്കുകയും ഗർഭപാത്രത്തിൻ്റെ പാളി വളരുകയും, അപ്പോൾ പുറത്തുനിന്ന് അധികം മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. കുറച്ച് പ്രൊജസ്ട്രോൺ മാത്രം കൊടുത്താൽ മതി. കാരണം അണ്ടം പൊട്ടുന്നുണ്ട്, അവിടെ ഈസ്ട്രജൻ നാച്ചുറലി ഉണ്ടായി, അണ്ടം ഓവുലേഷൻ നടക്കുന്നത് കൊണ്ട് പ്രൊജസ്ട്രോണും ഉണ്ടായി. പക്ഷേ നമ്മൾ ഫ്രോസൺ ട്രാൻസ്ഫർ ചെയ്യുന്നു, മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിളും അല്ല, നമ്മൾ തനിയെ തന്നെ ഇനി ആ ഗർഭപാത്രത്തിനെ വളർത്താൻ ഉദ്ദേശിക്കുകയാണ്, ഗർഭപാത്രത്തിൻ്റെ പാളി വളർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഈസ്ട്രജൻ കൊടുക്കണം. ഈസ്ട്രജൻ കുറച്ച് അധികം ദിവസം കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഈസ്ട്രജൻ കറക്റ്റ് കൊടുത്ത് ആ ഗർഭപാത്രത്തിൻ്റെ പാളി ഏകദേശം കറക്റ്റ് വളരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനെ നിക്ഷേപിക്കുക ചെയ്യുന്നത്. കുഞ്ഞിനെ നിക്ഷേപിക്കുന്നതിന് മുന്നേ എന്താ വേണ്ടത്? ഗർഭപാത്രത്തിന് പ്രൊജസ്ട്രോണും കൂടെ വേണം. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണും കൂടെ വേണം. അപ്പോൾ പ്രൊജസ്ട്രോണും നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈസ്ട്രജനും കൊടുക്കണം, പിന്നെ അതിന് കുറച്ച് കഴിയുമ്പോൾ പ്രൊജസ്ട്രോണും കൊടുക്കണം. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ പ്രൊജസ്ട്രോൺ കുറച്ച് നാൾ, ഒരു 10-15 ദിവസത്തോളം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്രൊജസ്ട്രോൺ ചിലപ്പം വജൈനൽ സപ്പോസിറ്ററി ആയിട്ടും ഗുളികയായിട്ടും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ നമ്മൾ ടാബ്ലറ്റ് വെച്ചാലും നമ്മൾ ഉള്ളിൽ വജൈനൽ വെച്ചാലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ശരീരത്തിൽ എത്തണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ് ആയിട്ടും ചിലപ്പോൾ നമ്മൾ പ്രൊജസ്ട്രോൺ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇത്രയും മരുന്ന് വരുന്നത്. പക്ഷേ ഒരു മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ആ മാസം തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിളിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം പിന്നെ ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, ലോങ് ടേം സൈഡ് എഫക്റ്റ് ഉണ്ടോ? ലോങ് ടേം സൈഡ് എഫക്റ്റ്, അതായത് നിങ്ങളുടെ ഭാവിയിൽ അത് കാരണം എന്തെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നല്ലേ? നമുക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ഞാൻ അതിന് മറുപടി അയക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.